സെക്സ് വർക്കേഴ്സ് എന്താ അവരെ ബലമായിട്ട് ഒരാളെ പിടിച്ചു കൊടുത്തിട്ട് എന്നെ അങ്ങനെയല്ലല്ലോ സെക്സ് വർക്ക്. ഒരാള് പൈസയും കൊടുത്ത് വില്ലിങ് ആയി അവരെ കൂടെ പോയിട്ട് ഇതേക്കുന്നല്ലേ സെക്സ് വർക്ക്. അവർക്ക് ജീവിക്കാൻ ചിലപ്പോൾ അതേ അറിയുന്നുണ്ടാവുള്ളൂ, അതേ വഴി ഉണ്ടാവുള്ളൂ. ചിലർ ചെറുപ്പത്തിലേ അങ്ങനെ വന്ന് പെട്ടവർ. എനിക്ക് യോജിപ്പില്ല. എത്രത്തോളം പ്രധാനമാണ് തട്ടം? എനിക്ക് അള്ളാനെ പേടിയില്ല. പേടിക്കുന്ന ഒരാളെ നമുക്ക് അവിടുത്തെ സമാധാനം കിട്ടും ഇല്ല. തട്ടത്തിലാണ് എൻ്റെ ഒരു വ്യക്തിത്വം ഇരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടില്ല പെണ്ണല്ലേ വർഗം ഇങ്ങനൊന്നും കേൾക്കുന്നത്. 1, 2, 3 സ്ത്രീകളായിരിക്കും ഈ പണി ചെയ്തിട്ടുണ്ടാവും, പക്ഷെ കേൾക്കാൻ മൊത്തം പെൺവർഗത്തിനായിരിക്കും. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല, പുരുഷ മേധാവിത്വമാണെന്നൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. എനിക്കറിയില്ല. നീ അങ്ങനെ ജീവിക്കണം, നിന്റെ അത് പോയില്ലേ, നീ ഇങ്ങനെ ജീവിക്കുക, പഠിപ്പിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ മറ്റേ ട്രെയിനിൽ പോണ, ഡൽഹിയിൽ ട്രെയിനിൽ പോണ സമയത്ത് ഞാൻ പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ സാരി പൊക്കി കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് വേണ്ടട്ടോ, ഇത് ഇങ്ങനെ പറഞ്ഞ ശരിയായില്ല എന്ന് പറയണതും പച്ചത്തേറി വിളിച്ചിട്ട് പറയണതും തമ്മിൽ ഒരുപാട് വ്യത്യാസം. അംജുഖാനെ കാണുന്നില്ലല്ലോ, ഇവര് ഡിവോഴ്സായി. ചിലപ്പോൾ നമ്മുടെയും മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. ഞാൻ നിരന്തരം അംജുക്ക എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാള് ഒരു ദിവസം കുറച്ച് കാലമായിട്ട് പറയുന്നില്ല. അപ്പൊ അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു എന്താ പറയാതിരുന്നത്. പ്രണയത്തിന് സത്യം പറഞ്ഞാൽ ജെൻഡറിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഒരു തോന്നില്ല. കാരണം എത്രയോ ലെസ്ബിയൻ കപ്പിൾ, എത്രയോ ഗേ കപ്പിൾ, എത്രയോ ഒരു ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഈ വീഡിയോ വന്നിട്ട് ആദ്യത്തെ 5 കമന്റ് പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ ആ ഫുൾ കമന്റ്സ് പോസിറ്റീവ് ആയിരിക്കും. ആദ്യത്തെ 5 കമന്റ് നെഗറ്റീവ് ആണെങ്കിൽ അത് ഫുൾ നെഗറ്റീവ് ആയിരിക്കും. അതാണ് നമ്മളുടെ ആൾക്കാർ. എനിക്കത് കാണിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ കാണിക്കണില്ല. എനിക്കറിയാം അതിലൊരു വൃത്തികേടായിട്ടോ അയ്യോ ആൾക്കാർ അയ്യേ എന്ന് നെറ്റി ചൊളിക്കുന്ന ഒരു സാധനം അതിലില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇത് ഏതെങ്കിലും ഒരു ഗൂഢാലോചനയുടെ ഫലമായി അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ശത്രുക്കളുണ്ടോ? എനിക്ക് ശത്രുക്കൾ എന്ത്? ഈ യൂട്യൂബില് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്ത് ശത്രുത? എന്തേലൊക്കെ കാണിക്കട്ടെ. എന്ത് ശത്രുത യൂട്യൂബിലുള്ള? അപ്പം ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഇത് എവിടെ നിന്നായിരിക്കും? ഇതിന്റെ ഉത്ഭവം എവിടെ നിന്നാന്ന്? എന്താണെങ്കിലും 100% ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്കെതിരെ ആരെങ്കിലും എന്തൊരു സാധനം പടച്ചു വിടുന്നുണ്ടെങ്കിൽ അതിന്റെ മൂല ഉറവിടം എവിടെയാണെന്ന് തപ്പിയെടുക്കാനുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. യൂട്യൂബ് കമന്റ് ബോക്സ് ആണ്. അത് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു ഇതിൽ ഒരാള് ചോദിക്കാണ് അംജുക്ക് എവിടെ എന്ന് ചോദിക്കാണ്. അംജുക്കാനെ ഇപ്പൊ കാണുന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മളൊരു വീഡിയോ ഇട്ടു. ഈ വീഡിയോ വന്നിട്ട് ആദ്യത്തെ 5 കമന്റ് പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ ആ ഫുൾ കമന്റ്സ് പോസിറ്റീവ് ആയിരിക്കും. ആദ്യത്തെ 5 കമന്റ് നെഗറ്റീവ് ആണെങ്കിൽ അത് ഫുൾ നെഗറ്റീവ് ആയിരിക്കും. അതാണ് നമ്മളുടെ ആൾക്കാരൊരു ഇത് തന്നെ. ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അതിനെ ആക്കിയിട്ട് ഇതെന്നെ അല്ല, നമുക്കായിട്ടുള്ള അഭിപ്രായം ഇപ്പോൾ ഒരു മനുഷ്യനിക്കില്ല. അതാണ് സത്യം. സ്വന്തം അഭിപ്രായം ഇല്ല. അപ്പോൾ വേറെ ആൾക്കാർക്ക് അങ്ങനെ തോന്നി. അപ്പോൾ അതാണ് സത്യം. ഇപ്പം ഈ കമന്റ് ബോക്സ് ആണ് എൻ്റെ ശത്രു എന്ന് എനിക്ക് തോന്നുന്നത്. ഒരാൾ വന്ന് പറയണം ഇവർ ഡിവോഴ്സ് ആയി. അപ്പം മറ്റാൾക്ക് വരും ഡിവോഴ്സ് ആയ ശരിക്കും ആയെന്ന്. പിന്നെ അവർ ഇൻസ്റ്റയിലൊക്കെ ഒന്ന് കയറി നോക്കാം എന്തോ പ്രശ്നത്തിന്റെ കാര്യം. മറ്റുള്ളവന്റെ അടുക്കളോട്ട് ഒളിഞ്ഞു നോക്കാനുള്ള അല്ലാണ്ട് ഇതൊരു ആരും മനഃപൂർവ്വം ഒക്കെ ഇവളെ ദ്രോഹിക്കണം അതല്ല. അതിങ്ങനെ ഒരു ചെയിൻ പോലെ വന്ന കാര്യമാണ്. മനുഷ്യനെ ഇങ്ങനെ കിള്ളി നോവിപ്പിക്കുക, അതാണ് മാനസിക സുഖം. അതിന്റെ എന്താ ആത്മസുഖം കിട്ടുന്നത്? അത് ആലോചിച്ചിട്ടുണ്ടോ? അത് ഈ ചെയ്യുന്നവർക്ക് അതൊരു സുഖല്ല, അത് ഒരു ജിജ്ഞാസയാണ് ആക്ച്വലി. അല്ല, ഞാനൊന്നും പേഴ്സണലി ഒരു മനുഷ്യനെതിരെയും അങ്ങനത്തെ ഒരു കമന്റ് ഇടാത്ത ആളാ. എന്നാൽ നമുക്കെതിരെയൊക്കെ ഈ സോഷ്യൽ മീഡിയ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് വളരെ മോശം രീതിയിലൊക്കെ കമന്റ് ഇടുന്ന മനുഷ്യന്മാരുണ്ട് ഇതിനിടയിൽ. അതിനെയൊക്കെ എങ്ങനെ നമുക്ക് കാണാം? ഇത് അങ്ങനെയല്ല സംഭവം. ഇപ്പൊ എനിക്ക് വന്നത് ഒരു മോശം കമന്റോ മോശം കാര്യങ്ങളൊന്നും അല്ല. ഇത്ര വന്നിട്ടുള്ളൂ. അംജുഖാനെ കാണുന്നില്ലല്ലോ, ഇവര് ഡിവോഴ്സ് ആയി. അംജുഖാനെ കാണില്ലല്ലോ, അത് അതൊരാളുടെ പേഴ്സ്പെക്റ്റീവ് ആണ്. ഇപ്പൊ ഇത്രയും ഇപ്പൊ അത് ചിലപ്പോൾ നമ്മുടെയും മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. ഞാൻ നിരന്തരം അംജുക്ക എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാള് ഒരു ദിവസം കുറച്ച് കാലമായിട്ട് പറയുന്നില്ല. അപ്പൊ അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു എന്താ പറയാതിരുന്നത്. എനിക്ക് പറയാൻ തോന്നിയില്ല. എനിക്ക് പറയാൻ അങ്ങ് പറയാൻ തോന്നിയില്ല. എനിക്ക് വേറെ പല കാര്യങ്ങളുണ്ട്. കൂടെ ഇല്ലാത്ത ആളെ കുറിച്ചിട്ട് UK അംജുക്ക ഉറങ്ങി എഴുന്നേറ്റു എന്നൊന്നും എനിക്ക് എന്റെ ഇവിടെ കൂടെ ഇല്ലാത്ത ആളെ പറ്റി കൂടെ ഉണ്ടെങ്കിൽ പറയാം നമുക്ക്. അത് സംഭവിച്ചത് അല്ലാണ്ട് അതൊരു പിന്നെ പറഞ്ഞാൽ ചിലവർ നമ്മൾ സ്വന്തം കുടുംബം പോലെ കാണും യൂട്യൂബിൽ. അപ്പൊ അതും ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് കുറെ കൺസേൺസ് ഉണ്ടായിരിക്കും, എന്തുകൊണ്ട് എന്നുള്ളൊരു സാധനം. അപ്പൊ ഇവർക്ക് ചോദിക്കാനുള്ള ആകെ വഴി യൂട്യൂബ് കമന്റ്സ് അല്ലേ. അത് വെച്ചിട്ട് വേറെ പേജുണ്ട് കുറച്ച് ക്ലിക്ക് ബൈറ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ കൊടുത്ത് ഓക്കെ അസ്ലാം മാർലി അംജുക്ക് ഡിവോഴ്സ് ആയോ എന്നൊക്കെ പറഞ്ഞിറക്കും. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഈ ഡിവോഴ്സ് ആയി കഴിഞ്ഞപ്പോൾ ഇതിപ്പോ ഒന്ന് കൂട്ടിച്ചേർത്തിരുന്നു. അതായത് ഒരു കുട്ടി എന്ന രീതിയിൽ ഞാൻ അനുഭവിച്ച സ്ട്രഗിൾ എന്താണെന്നുള്ള രീതിയിൽ അതെങ്ങനെയാണ് അത് തരണം ചെയ്യുന്നത്? ഇങ്ങനെ ഈ ഒരു രീതിയിൽ പോകുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ.
ഇപ്പൊ തന്നെ അതായത് ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്ന 10-15 വയസ്സിനിടയിൽ ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ വീഡിയോസ് കാണാൻ സാധ്യതയുണ്ട്. അവർക്ക് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കുക? അത് അനുഭവത്തിൽ നിന്ന് തന്നെ. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ നമ്മൾ ഡിവോഴ്സ് ഇപ്പോൾ ഒരു എൻ്റെ പോട്ടെ, ഇപ്പം മക്കൾ എന്നുള്ള ഒരു രീതി പോട്ടെ, ഇപ്പോൾ നമ്മളൊരു ഭയങ്കര ഹൈ ക്ലാസ് റിച്ച് ഫാമിലിയിൽ ഒരാൾ ഡിവോഴ്സ് ആയതും വളരെ ലോ പ്രൊഫൈലുള്ള ഒരാൾ ഡിവോഴ്സ് ആവുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളില്ലേ. ഹൈ ക്ലാസ് പ്രൊഫൈലിൽ ഡിവോഴ്സ് ആയ ഒരാളോട് പ്രത്യേകിച്ച് ആരും ഒന്നും ചോദിക്കാനോ പറയാനോ ഒന്നും ഉണ്ടായിരിക്കില്ല. അവർ അവരുടെ ഇഷ്ടത്തിനായിരിക്കും ജീവിക്കുന്നുണ്ടായിരിക്കുക, നടക്കുന്നുണ്ടായിരിക്കുക. അവർ ടൂർ പോകാൻ തോന്നുമ്പോൾ ടൂർ പോവും, വീഡിയോസ് റീൽ എടുക്കാൻ തോന്നുമ്പോൾ റീൽസ് എടുക്കും, എന്തോ അവർ ചെയ്യും. എന്നാൽ വളരെ പാവപ്പെട്ടൊരു കുടുംബത്തിൽ ഒരാൾ ഡിവോഴ്സായി എന്നാൽ ആ ഒരു സ്ത്രീ, പുരുഷനെ ഞാൻ പറയുന്നില്ല, ഒരു സ്ത്രീ പിറ്റേ ദിവസം തന്നെ വന്നിരുന്ന് ഒരു റീൽ എടുക്കുകയാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൂർ പോകുന്ന ഒരു ആൾക്കെങ്കിൽ എന്തായിരിക്കും ആൾക്കാർ പറയുന്നുണ്ടായിരിക്കുക? കണ്ടില്ലേ ഇവൾക്ക് അവളുടെ കെട്ടിയോൻ പോയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നീ അങ്ങനെ ജീവിക്കണം, നിന്റെ അത് പോയില്ലേ, നീ ഇങ്ങനെ ജീവിക്കുക, പഠിപ്പിക്കും മോറൽ പോലീസ്, ഇങ്ങനെ ജീവിക്കുക, അങ്ങനെ ജീവിക്കുന്നു. അതാവും ഒരു സ്ത്രീയാണ് ഏറ്റവും അതിൽ അനുഭവിക്കാൻ വരുന്നുണ്ടായിരിക്കും. ഒരു ഡിവോഴ്സ് കഴിഞ്ഞാൽ അവർക്കൊരു കുഞ്ഞും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട, അതിലൊരു 10,000 പേർക്ക് അഭിപ്രായം പറയാനുള്ളൊരു സാധനം ഉണ്ടായിരിക്കും. ഈ രണ്ടാം ചോദിച്ചതിന് എനിക്ക് പറയാൻ പറ്റും, എന്തിനാ അങ്ങനെ ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ നമ്മളും പിന്നെ പദ്ധതി സതി ഇത് ചെയ്യണം, ഭർത്താവ് മരിച്ചാൽ ശിഥിലാക്കണം, അവർക്ക് നമുക്കും ഒരു ലൈഫ്, സംഭവിക്കാവുന്ന കാര്യമാണ്. അതെ, നമുക്കൊരു ലൈഫ് അല്ലേ. നമ്മൾ തന്നെ പറയും, നമ്മൾ ഒരു ആള് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആ ആളുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ സമാധാനിപ്പിക്കേണ്ടാവും, നീ ജീവിക്കണം, നീ തളർന്നു പോവരുത്, നീ വിഷമിച്ചിരിക്കരുത്, നീ ജീവിക്കണം. ഇതേ ആൾക്കാർ തന്നെ ഒന്ന് ജീവിച്ച് കാണിച്ചാ പറയും, എന്താല്ലേ പറയും. ഒരാൾ ഈ ലോകത്ത് എല്ലാവർക്കും ഏത് രീതിക്ക് ജീവിക്കാനും അവർക്ക് റൈറ്റ് ഉണ്ട്. അത് നമുക്കാണ് ഓരോരുത്തർ, ഇപ്പൊ നമ്മൾ നമുക്കൊരു അളവ് കോല് വെക്കാം, ഇതാണ് അന്തസ്, ഇതാണ് അന്തസ്സില്ലാത്തത്. നമുക്ക് അന്തസ്സില്ല എന്ന് തോന്നുന്നത് അവരുടെ കണ്ണിൽ അന്തസ്സുണ്ടായിരിക്കും. നമ്മളാരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണം. നമുക്ക് ദ്രോഹം വരാത്തോടത്തോളം കാലം നമ്മൾ എന്തിനാ അതൊക്കെ നമ്മൾ വിഷമിക്കുന്നത്, സഹിക്കണം. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. അവർക്കേ അറിയുന്നുണ്ടാവുള്ളൂ അവരുടെ സ്ട്രഗിൾ എന്ത്, എങ്ങനെ ജീവിക്കണം. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവില്ലേ, നമുക്കൊരു നല്ല ഉടുപ്പ് കണ്ടു കഴിഞ്ഞാൽ ഈ നല്ല ഉടുപ്പ് മേടിക്കണം, ഒരു സ്ഥലം, ഇത് നമുക്കൊരു ആഗ്രഹം വരില്ല. പൈസക്ക് പൈസ തന്നെ വേണ്ടേ? അത് പലരും പല രീതിക്ക് ഉണ്ടാക്കുന്നത്, ഉണ്ടാക്കട്ടെ, ജീവിക്കട്ടെ, എല്ലാവരും ജീവിക്കട്ടെ. അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെന്നാണ് അല്ലേ? അത്ര സുഹൃത്തുക്കളൊന്നുമില്ല, കുറേ പേര് എനിക്ക് നന്നായിട്ട് അറിയാവുന്നവരുണ്ട്. എനിക്കും ട്രാൻസ്ജെൻഡേഴ്സിൽ അത്യാവശ്യം നല്ല, ഇപ്പോൾ ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്നവർ തന്നെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പം കാണുന്നുണ്ടല്ലോ ഒരുപാട് പേരെ വളരെ, കാരണം നിലപാടുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് നിലപാട് അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. ഈ ഒരുപാട് ക്രൂശിക്കപ്പെടുന്നുണ്ട്. ഈ അതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് ജാസി ആഷി. അത് ശ്രദ്ധിക്കാറുണ്ടോ? സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും അറിയുന്ന കുറെ പേരുകൾ ഉണ്ടായിരിക്കും. അതിലൊരു പേരാണ് ജാസി ആഷി. അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ആ ഒരു ബന്ധത്തെ, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തെ ക്രൂശിക്കുന്ന പൊതുസമൂഹത്തിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ക്രൂശിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു, എന്തിനാ ഇപ്പൊ ക്രൂശിക്കേണ്ട ആവശ്യം, അവരുടെ ജീവിതം അല്ലേ, അവരുടെ ജീവിതം. എന്നാ നമുക്ക് കുറെ, ഇപ്പൊ ഞാൻ ഒരു കുഞ്ഞു കാര്യം പറയാം. അപ്പൊ നമ്മള് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്ന രീതിക്കും ചിലത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലതൊന്നും മാറ്റി ചെയ്യാനോ കാര്യങ്ങളൊന്നും നമുക്ക് പറ്റത്തില്ല, പല രീതിക്ക്. അപ്പൊ വിമർശിക്കേണ്ട സ്ഥലത്ത് നമുക്ക് വിമർശിക്കാം. അതിന് ഒരു വിമർശനം എല്ലായിടത്തും ഉണ്ടായിരിക്കും. ഇപ്പൊ എനിക്ക് എത്ര വിമർശനങ്ങൾ വരുന്നുണ്ട്, അതിൽ പക്ഷെ ഹെൽത്തി ക്രിറ്റിസിസം ഉണ്ട്, അത് നമുക്ക് അങ്ങനെ എടുക്കാം. അത് നമുക്ക് തന്നെ അല്ലെ, നമുക്ക് തന്നെ അത് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരിയാണ്, ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നും ഓക്കെ ഞാൻ പറഞ്ഞാൽ എവിടെയോ എന്തോ ഒരു തെറ്റോ ഒരു അപാകതയോ ഉണ്ട്, കാരണം നമുക്ക് കറക്റ്റ് ചെയ്യാൻ തോന്നും. അതേപോലെയാണ് ജാസി. ഈ ലോകത്ത് ആരും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ളത്, എല്ലാം തികഞ്ഞ ആരുമില്ല. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള, ഇസ്ലാം കാശിൽ പറയും മലക്കുകളും നബിയും കഴിഞ്ഞാൽ പിന്നെ എല്ലാം തികഞ്ഞവരുടെ കാലം കഴിഞ്ഞാണ് പറയുന്നത്. അല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള പല നെഗറ്റീവ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇത് വേണ്ടട്ടോ, ഇത് ഇങ്ങനെ പറഞ്ഞ ശരിയായില്ല എന്ന് പറയണതും പച്ചത്തേറി വിളിച്ചിട്ട് പറയണതും തമ്മിൽ ഒരുപാട് വ്യത്യാസം. മാന്യമായ ഉപയോഗത്തിൽ ചെയ്യണ തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാം, അല്ലെങ്കിൽ അതൊരു ഇത്ര ജനങ്ങൾ കാണുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണെന്നുള്ളൊരു ചിന്ത വേണം. അതാണ്. ഇപ്പൊ നമുക്ക് ഓരോരുത്തരെ ഓരോ വൃത്തികെട്ട പേര് വിളിച്ചിട്ടും വേറെ രീതിക്ക് കളിയാക്കിയിട്ടും എന്ത് നമ്മളുടെ മാന്യത അവിടെ പോയി. മറ്റുള്ളവര് നമ്മളെ കമന്റ്സ് ആണ്, അയ്യേ ഇതൊക്കെ ആയിരുന്നു ഇവന്റെ സ്വഭാവം എന്ന് തോന്നും. അവിടെ നമ്മളാണ് നാറിപ്പോണത് ശരിക്കും, അല്ലാണ്ട് ഈ ഇതൊന്നല്ല. അപ്പൊ ആരും പെർഫെക്റ്റ് ഒന്നല്ല. ഈ ചീത്ത വിളിക്കുന്നവരും ചീത്ത വിളി കേട്ടവരും ആരും പെർഫെക്റ്റ് അല്ല, അത്രേ ഉള്ളൂ. പ്രണയത്തിൽ സത്യം പറഞ്ഞാൽ ജെൻഡറിന്
വലിയ പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു തോന്നില്ല. കാരണം എത്രയോ ലെസ്ബിയൻ കപ്പിൾ, എത്രയോ ഗേ കപ്പിൾ, എത്രയോ ഒരു ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അത് രണ്ട് വ്യക്തികൾ പോലെ ഇരിക്കും ഇരിക്കുന്നത്. LGBTQ-നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ സപ്പോർട്ട് അവർക്ക് എന്തിനാ ആവശ്യം? ഞാൻ ഇടയ്ക്ക് ആലോചിക്കുന്നുണ്ട്, ഒരാൾക്ക് ജീവിക്കാൻ മറ്റൊരാളുടെ സപ്പോർട്ട്. അല്ല, അങ്ങനെയല്ല, അതങ്ങനെയല്ല നമ്മൾ നോക്കി വായിക്കേണ്ടത്. അതിൻ്റെ അകത്ത് എനിക്ക് നിലപാടിൽ വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഇൻഫ്ലുവൻസിങ്, അതിനാണല്ലോ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞൊരു പേരിലേക്ക് വന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്നല്ല, താങ്കളെപ്പോലുള്ളവരെയൊക്കെ പറയുന്ന എല്ലാവരെയും പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ്. അതായത് എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ പറ്റുന്നവർ എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം തന്നെയാണ് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെ LGBTQ വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അവർ പല രീതിയിൽ ചൂഷണം നേരിടുമ്പോൾ പ്രതികരിക്കുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. വിക്ടോറിയ കോളേജിന്റെ ഒരു പ്രൈഡ് കമ്മ്യൂണിറ്റി, അവരെ പ്രൈഡ് ഡേ വന്നപ്പോൾ അവർക്ക് ക്ലാസ് എടുത്ത് അവയർനെസ് ക്ലാസ് എടുത്ത ഒരാളാണ് ഞാനത് അവരെ സപ്പോർട്ട് ചെയ്യാണ്ട് അവർക്ക് വേണ്ടി പോയി നമ്മളൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മൾ പോകത്തില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഹീല എന്നുള്ളൊരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതി മാറ്റിയേക്ക്. ഓക്കെ, ഞാൻ ഒരു ഒന്നുമല്ല, ഒരു സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. ഇപ്പം എനിക്ക് അവരോട് ഒരു താല്പര്യമില്ല, ഒന്നും നിലപാടില്ല, എനിക്ക് അവരെ ഇഷ്ടമല്ല എന്ന് വിചാരിക്കും. അത് അവരെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട്. അത് അവർ തന്നെ നേടിയെടുത്തതാണ്. എനിക്ക് ആരും നേടിക്കൊടുത്തതായിട്ട് എനിക്ക് തോന്നില്ല. അവർ തന്നെ കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്ത് അവർ തന്നെ അനുഭവിച്ചുണ്ടാക്കിയതാണ്. അതിൻ്റെ അകത്താണ് ഞാൻ വ്യത്യാസം പറഞ്ഞത്. അതായത് ഈ ഫൈറ്റ് ചെയ്യേണ്ട സാഹചര്യം എന്തുകൊണ്ടാണ് വരുന്നത്? അതെ, അത് നേരിടുന്ന ആ ചൂഷണം കാരണം അത് ഇപ്പോഴും ഉണ്ട്. അത് അതിന്റെ ഇപ്പൊ നേരത്തെ ചോദിച്ച കമന്റ് ബോക്സിലത്തെ കാര്യം, ആ സമയത്ത് അതായത് ഈ LGBTQ വിഭാഗത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ എത്ര അവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ സംസാരിച്ചാലും പരിഗണിക്കുകയല്ല. പക്ഷേ അത് നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ ഒരു തോന്നലിന്റെ പ്രശ്നമാണ് അത്. ഞാനൊരു കാര്യം പറയാം. ഇപ്പോ LGBTക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇടയിൽ തന്നെ പല ആൾക്കാരുണ്ട്. എന്താ മൊത്തത്തിലൊരു ഒരു സ്ത്രീനെ മോശാക്കുന്ന പല സ്ത്രീകളുണ്ട്. ഓരോ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങള്, അത് മൊത്തത്തിൽ ചീത്തപ്പേര് കിട്ടുന്നത് മൊത്തം സ്ത്രീ വിഭാഗത്തിനാ. പെണ്ണല്ലേ വർഗം ഇങ്ങനെ കേൾക്കുന്നത്. 1, 2, 3 സ്ത്രീകളായിരിക്കും ഈ പണി ചെയ്തിട്ടുണ്ടാവും, പക്ഷെ കേൾക്കാൻ മൊത്തം പെൺവർഗത്തിനായിരിക്കും. ഒരാണ് ഒരു ടോക്സിക് പ്രവൃത്തി കാണിച്ചാൽ മൊത്തം ആണുങ്ങൾക്ക് ഈ ഒരു ടോക്സിസിറ്റിയുടെ സാധനം മുദ്ര. ഇതേപോലെയാണ് LGBTQ കമ്മ്യൂണിറ്റിയുടെ ഒരുപാട് അടിപൊളിയായിട്ട് ജീവിക്കുന്ന LGBTQ കമ്മ്യൂണിറ്റി ഉള്ളവരുണ്ട്. അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, അവരുടേതായിട്ടുള്ള ലോകത്ത് ജീവിക്കുന്ന, എന്നാ മറിച്ച് ഇത്രയും കഷ്ടപ്പാടിനെ ഒന്നും ഇല്ലാതാക്കി മാറ്റി ഇവരെ കമ്മ്യൂണിറ്റിനെ എന്നെ മോശമാക്കി വരുന്ന കുറെ പേരുണ്ട്. അപ്പോൾ ഈ ആൾക്കാർ കാണുമ്പോൾ ആ ഒരു 2-3 പേരായിരിക്കും കാണുന്നുണ്ടായിരിക്കും. അപ്പൊ മൊത്തത്തിൽ ആ കമ്മ്യൂണിറ്റി ഏതാണ് 2-3 പേർ? അല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. എനിക്ക് അങ്ങനെ 2-3 പേര് ഇന്ന ആളെന്നൊന്നും ഇല്ല. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ആളുണ്ടായിരിക്കും, ഇതുപോലെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിനെ പണ്ടേ ആൾക്കാർക്ക് ഇങ്ങനെ ആയ സ്ഥിതിക്ക് എന്താ മൊത്തത്തിൽ കണ്ടില്ലേ ഇവരെ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം ഇതാണ്. എക്സാമ്പിൾ ഞാൻ പറയാം, എനിക്ക് പേരൊന്നും അറിയില്ല. ഇപ്പൊ നമ്മൾ ട്രെയിനിൽ പോയി പൈസ കൊടുത്തില്ലെങ്കിൽ മുണ്ട് പൊക്കി കാണിക്കാം. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ മറ്റേ ട്രെയിനിൽ പോണ, ഡൽഹിയിൽ ട്രെയിനിൽ പോണ സമയത്ത് ഞാൻ പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ സാരി പൊക്കി കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ, അയ്യോ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ഇങ്ങനെയാണോ? അല്ല, എത്രയോ അടിപൊളിയായിട്ടുള്ള അന്തസ്സായിട്ട്. അതാ ഞാൻ പറഞ്ഞത്, അവിടെ ഡിഫറൻസ് വരുന്നത് ഇതെന്ന്. എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും അങ്ങനെ അല്ല. അത് നമ്മള് ബുദ്ധിയിൽ അത് മനസ്സിലാക്കണം. എല്ലാവരും തോന്നിയിട്ടുണ്ടോ ഈ സെക്സ് വർക്ക് ചെയ്യുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ട്രാൻസ്ജെൻഡേഴ്സിന് മൊത്തത്തിലുള്ള അഭിപ്രായം? എനിക്ക് അങ്ങനെ സെക്സ് വർക്ക് ചെയ്യുന്നവര് എനിക്ക് അങ്ങനെ ഒരു മോശം കണ്ണിൽ ഞാനൊരു മോശം പ്രവൃത്തിയെ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു സെക്സ് വർക്ക് അല്ല. സെക്സ് വർക്കേഴ്സ് എന്താ, അവരെ ബലമായിട്ട് ഒരാളെ പിടിച്ചു കൊടുത്തിട്ട് എന്നെ അങ്ങനെ അല്ലല്ലോ സെക്സ് വർക്ക്. ഒരാള് പൈസയും കൊടുത്ത് വില്ലിങ് ആയി അവരെ കൂടെ പോയിട്ട് ഇതാക്കുന്നല്ലേ സെക്സ് വർക്ക്. അവർക്ക് ജീവിക്കാൻ ചിലപ്പോൾ അതേ അറിയുന്നുണ്ടാവുള്ളൂ, അതേ വഴി ഉണ്ടാവുള്ളൂ. ചിലർ ചെറുപ്പത്തിലേ അങ്ങനെ വന്നുപെട്ടവരുണ്ട്. ഞാൻ പറയാം, ഇപ്പൊ ഒരു മുംബൈയില് നമ്മൾ പോയി, എത്രയോ സെക്സ് ട്രാഫിക്കിംഗ് വഴി എത്രയോ കുഞ്ഞുങ്ങളെ കടത്തിയിട്ട് വളരെ ചെറിയ പ്രായം തൊട്ടിട്ടേ ഈ ഒരു ഇതിലുണ്ടായിരിക്കും. അവർക്ക് വലുതായി ഇതേ അറിയുള്ളൂ. അവർക്ക് വേറൊരു ലോകത്തിനെ കുറിച്ചിട്ട് അറിയുന്നുണ്ടാവില്ല, ഈ ഒരു ചുറ്റുപാടിനെ കുറിച്ചിട്ട് മാത്രമേ അറിയുന്നുണ്ടായിരിക്കുള്ളൂ. പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ എന്താ പറയുക, പ്രത്യേകിച്ച് ഈ ശ്രീവാച്ചൻ സിനിമ ഇറങ്ങിയതിന് ശേഷം പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഈ ദാമ്പത്യത്തിൽ സെക്സിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. മാരേജിൽ ലവിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലസ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു അഫെക്ഷൻ കാര്യങ്ങളൊക്കെ തോന്നുന്നത് ലസ്റ്റിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതിനിപ്പോ നമ്മുടെ പാർട്ട്ണറിനോടല്ലാണ്ട് പിന്നെ ആരോടാ തോന്നേണ്ട ഒരു വികാരം എന്ന് പറയുന്നത്, ആ ഒരു സാധനം എന്ന് പറയുന്നത്. സോ സെക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അത് രണ്ടുപേരും എൻജോയ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതിൽ സത്യം പറഞ്ഞാൽ പല ഡിവോഴ്സും നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം
രണ്ടുപേർക്കും കപ്പിൾസിന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആത്മസംതൃപ്തി കിട്ടാത്തതിന്റെ പേരിലാണ് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതൊരു റീസൺ ആയിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, സെക്സിന് ഒരു വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാം മനുഷ്യന്മാർക്ക് ഒരു ഭക്ഷണത്തിനോടുള്ള ആഗ്രഹം പോലെ തന്നെ ഒന്ന് തന്നെയാണ് സെക്സിനോടുള്ള ആഗ്രഹം. ഇപ്പോൾ ചിലവർക്ക് അത് കൂടുതലായിരിക്കും, ചിലവർക്ക് അത് കുറവായിരിക്കും. അപ്പോൾ അത് കിട്ടില്ലെങ്കിൽ ചിലവർ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. അപ്പോൾ സെക്സ് എന്ന് പറയുന്നത് രണ്ടുപേരും ആ ഒരു സ്പാർക്ക് എത്രയോ കാലം കൊണ്ട് സൂക്ഷിക്കാൻ പറ്റും, അത്രയും നല്ലത്. അതാണ് അതിൻ്റെ ഒരു നിലപാട് അല്ലേ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എനിക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു നമ്മുടെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട്. അതിനുള്ള ധൈര്യം എവിടെ നിന്ന് വന്നു? ചാൾസ് ശോഭരാജിൽ പോലും കാണാത്ത ധൈര്യം എവിടെ നിന്ന് കിട്ടി? പ്രഗ്നൻസിയുടെ വീഡിയോ, ഡെലിവറി വീഡിയോ, അത് ഡെലിവറി വീഡിയോ ഇടാനുള്ള ആ ഒരു ആത്മബലം അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയ, എന്നെക്കാളും മുന്നേ ദിയാകൃഷ്ണ ഇട്ടിട്ടുണ്ട്. ദിയാകൃഷ്ണ ഇട്ടിട്ടില്ലെങ്കിലും അതിനുമുമ്പ് ശ്വേതാ മേനോൻ, ദിയാകൃഷ്ണ ഇട്ടിട്ടില്ലെങ്കിലും സിനിമയിൽ തന്നെ ഞാൻ പടം കണ്ടിട്ടില്ല. ഞാനും കളിമണ്ണ് കണ്ടിട്ടില്ല. ഞാനും കുട്ടി, അപ്പൊ അത് എനിക്ക് അത്രത്തോളം അതിന്റെ സമൂഹത്തിലൊന്ന് മാറ്റം ശ്രദ്ധിക്കണം. ആ സമയത്ത് അത് എന്തുമാത്രം വിവാദമായിരുന്നു എന്നും ഇന്നിപ്പം എല്ലാവരും ഒരുപാട് പേരിടുന്നു. ദിയാകൃഷ്ണനേക്കാളും മുമ്പേ ഞാൻ വിചാരിച്ചത് ഞാൻ എന്റെ ഡെലിവറി വ്ലോഗ്, കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിലില്ലെങ്കിലും ഫോറിൻ രാജ്യങ്ങളിലൊക്കെ അത് വളരെ കാഷ്വലായിട്ട് അവർ വീഡിയോസ് ഇടുന്നു, വീഡിയോ എടുക്കുക, അതൊക്കെ ഇതായിട്ടുള്ളത്. അപ്പൊ ഞാൻ സെക്സ് എഡ്യൂക്കേഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് കാണിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ കാണിക്കണില്ല, എനിക്കറിയാം അതിലൊരു വൃത്തികേടായിട്ടോ അയ്യോ ആൾക്കാർ അയ്യേ എന്ന് നെറ്റി ചുളിക്കുന്ന ഒരു സാധനം അതിലില്ല. അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഒരു അമ്മ ആ കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്ന് പറയണത്. എനിക്കത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ. ഞാൻ ഇനി എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ അടിപൊളി ഒരു വീഡിയോ ഒന്നും ഞാൻ പറയത്തില്ല. അതിൽ ഒരു അമ്മയുടെ ഇമോഷൻസ് മൊത്തത്തിലുണ്ട്, ഒരു കുഞ്ഞ് എങ്ങനെ വരണേലുണ്ട്, ബാക്കി നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഒരു ഹാപ്പിനെസ് ഉണ്ട്, എത്രത്തോളം കഷ്ടപ്പാട് അതിലുള്ളുണ്ട്. അതെനിക്ക് ഭയങ്കര, ഞാൻ വിട്ട വീഡിയോസിൽ ഏറ്റവും പ്രൗഡായിട്ട് എനിക്ക് തോന്നിയൊരു സാധനം അത്. അതിലൊരു എനിക്കൊരു ധൈര്യത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ആൾക്കാർ എങ്ങനെ എടുത്താലും എടുത്തില്ലെങ്കിലും അതെനിക്ക് എന്റെ തീരുമാനമാണ്. അത് മറ്റൊരാളും കൈകടത്തേണ്ട ആവശ്യമില്ല. ഞാൻ തീരുമാനിക്കും, ഞാൻ ചെയ്യും. എന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലുള്ള കണ്ടന്റുകളാണ് അസ്ല ചെയ്യുന്നതെന്നുള്ളതാണ്. അത്തരത്തിലുള്ള കണ്ടന്റുകൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും സൈബർ ബുള്ളിങ്ങോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് ഇത്തരം കണ്ടന്റുകൾ വേണ്ടടി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആരും എനിക്ക് പേഴ്സണലി അറിയുന്ന, അല്ലെങ്കിൽ പേഴ്സണലി അല്ല, അറിയാത്തവർ പോലും എന്നോട് ആ സാധനം പറഞ്ഞിട്ടില്ല. എനിക്ക് അത്രയും സപ്പോർട്ടായിരുന്നു സെക്സ് എഡ്യൂക്കേഷൻ. ഞാനിപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് ചെയ്യാത്തത് എനിക്കത് പഠിച്ച് വീഡിയോ ചെയ്യാനുള്ള ഒരു സമയം എനിക്കിപ്പോൾ ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ ഒരുപാട് പഠിച്ച് ചെയ്യേണ്ട ഒരു സാധനം അത്. അപ്പം എന്നിട്ട് പോലും ഞാൻ ഇപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ പലവരും എന്നെ എന്താ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് ചേച്ചി ഇപ്പം ചെയ്യാത്തത്, എന്താ ഇപ്പം പഴയ പോലെ ചെയ്യാത്തതെന്ന് എന്നോട് ചോദിച്ചിട്ടുള്ളൂ. എൻ്റെ വീട്ടിൽ അംജുക്കൊക്കെ എപ്പോഴും പറയും, എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയും നീ എന്ത് സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യാതെ. അപ്പം എനിക്ക് സപ്പോർട്ടേ കിട്ടിയിട്ടുള്ളൂ അതിൽ. നെഗറ്റീവ് ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല. കമന്റ്സിൽ ഓരോരുത്തരൊക്കെ വൃത്തിയോടൊക്കെ പറയുന്നുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആണുള്ളത്. ഞാൻ പോസിറ്റീവ് നോക്കിയാൽ മതിയല്ലോ. അതുപോലെ തന്നെ വളരെ എൻ്റെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, നമ്മുടെ ശ്രീലക്ഷ്മി അറക്കലിനെ അറിയാമല്ലോ. ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ നല്ല സുഹൃത്താണ്. ഞാനുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്താണ് പൊട്ടിക്കരഞ്ഞത്. ആ ബൈറ്റ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരുപാട് അടുത്ത് കറങ്ങി നടന്ന ബൈറ്റാണ്, പൊട്ടിക്കരഞ്ഞു. അതായത് വെടി എന്ന് എന്നെ വിളിക്കുന്നു. വെടി, അതായത് ഞാൻ ചെയ്ത ഇൻ്റർവ്യൂ ആണ്. വെടി എന്ന് എന്നെ വിളിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് പൊട്ടിക്കരയാണ്. പൊട്ടിക്കരയാന്ന് പറഞ്ഞാൽ അത്രയും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനത് നേരിട്ട് കണ്ട ആളെന്നുള്ള രീതി അറിയാം. പെട്ടെന്ന് സഡൻലി ആക്ഷൻ ആയിരുന്നു, പെട്ടെന്ന് വിങ്ങി പൊട്ടുന്ന, നമുക്ക് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും സങ്കടം തോന്നി. അത്തരത്തിൽ ഈ കമൻ്റ് ഇടുന്നവന്മാരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഭയങ്കര മോശമാണ്. തലമണ്ടക്കിട്ട് കൊടുക്കണം. അല്ല, അവന്റെ വീട്ടിലൊന്നും അമ്മയും പെങ്ങന്മാരും തിരിച്ച് അവരെ അങ്ങനെ വിളിക്കുമ്പോൾ മാന്യമായിട്ട് വിമർശിക്കാം. അവരെ അങ്ങനെ വിളിക്കുമ്പോഴേ അവർക്ക് അതിന്റെ സങ്കടം. അവർക്ക് അങ്ങനെ ഒരു വേടില്ല, അതാ വിഷയം. വേടൻ എന്ന് പറയുന്ന ഒരു വേടില്ല. അതെ, അത് ഇവർ തന്നെ സൃഷ്ടിച്ച വേടാ അത്. അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവര് സഹതാപം മാത്രം. ചില ആൾക്കാരോട് നമ്മൾ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർക്ക് അറിയാഞ്ഞിട്ടാണോ, അത് മോശമാണെന്ന് അറിയാഞ്ഞിട്ടൊന്നല്ലല്ലോ. ഒരു വിളിക്കുമ്പോ ഒരു മനസുഖം വിളിക്കുന്നു, ബാക്കിയുള്ളവർ കരയണ കാണുമ്പോൾ അതിനേക്കാൾ വലിയ രസം. മറ്റുള്ളവരൊക്കെ സാഡിസ്റ്റുകൾ എന്ന് പറയും, ആത്മസംതൃപ്തിയായിട്ട് മറ്റുള്ളവരുടെ ദുഃഖത്തില് സാഡിസ്റ്റുകളാണ്, നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. ഇസ്ലാം മതവിശ്വാസിയല്ലേ? ആണ്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട്? പലരും പല രീതിയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല, പുരുഷ മേധാവിത്വമാണെന്നൊക്കെ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. സ്ത്രീ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കും, വളച്ചൊടിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ ഖുറാനിലോ ഞങ്ങളെ മതപണ്ഡിതന്മാരോ എല്ലാം വെച്ചിട്ട് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്.
ഏറ്റവും കൂടുതൽ വെച്ചാൽ ഏറ്റവും കൂടുതൽ. പിന്നെ അത് വളച്ചൊടിച്ച് പറയുന്ന, നമുക്ക് എന്തും വളച്ചൊടിച്ച് പറയാലോ, അങ്ങനെ വളച്ചൊടിച്ചിട്ടായിരിക്കും സ്ത്രീകളെ സപ്രസ് ചെയ്തിരിക്കുന്ന പറയുന്നത്. പക്ഷെ ഏതൊരു മതവും പോലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ത്രീകളെ വർണ്ണിച്ചിരിക്കുന്നതും ഏറ്റവും രീതിക്ക്. ഒരു മതത്തിലും പറഞ്ഞിട്ടില്ല കഠിനമായ ജോലികൾ സ്ത്രീകൾ ചെയ്യണ്ട എന്ന് പറയുന്ന മതമാണ്. എന്തുകൊണ്ടാണെന്ന് എടുത്തും കൂടി പറയുന്നുണ്ട്. അതായത് ഒരു പുരുഷനും ചെയ്യാൻ കഴിയാത്ത പ്രസവം, മുലയൂട്ടൽ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീ സൗമ്യമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. എത്രത്തോളം നബിയുടെ ബീവിനെ എത്രത്തോളം റെസ്പെക്ട് ചെയ്തിരുന്നു, എന്തൊക്കെ ജോലികളിൽ സഹായിച്ചിരുന്നു എന്നൊക്കെ ഏറ്റവും കൂടുതൽ വർണ്ണിച്ചിരിക്കുന്ന ഒക്കെ ഒരു മതമാണ്. അപ്പൊ ആൾക്കാർക്ക് പക്ഷെ സ്ത്രീകൾ ഓരോ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, വേറെ ഏതൊക്കെയോ ആൾക്കാർ ഇങ്ങനെ സ്ത്രീ ആയാൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ബാക്കി മതക്കാരുടെ ഇടയിൽ എന്താലേ മുസ്ലിംസ് എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകൾക്ക് ഇങ്ങനെയാണല്ലേ എന്ന് പറയുന്നുണ്ടാവും. ശരിക്കും മതം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചേക്കുന്നത് സ്ത്രീകളെയാണ്. തീർച്ചയായിട്ടും. എത്രത്തോളം പ്രധാനമാണ് തട്ടം ഇസ്ലാമിൽ? തട്ടം ഞാൻ പറയട്ടെ, ഇപ്പൊ ശരിക്കും നമ്മുടെ മതത്തിൽ തട്ടം ഡ്രസ്സിന്റെ മോഡസ്റ്റി, ഒരു മോഡസ്റ്റി ആണ്, ഒരു അങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്നത്. എനിക്ക് എന്റെ മോഡസ്റ്റി ഒന്നും ഞാൻ ഇങ്ങനെ നടക്കുന്നതായിരിക്കും. അപ്പൊ എനിക്ക് ഒരു തട്ടത്തിലാണ് എന്റെ ഒരു വ്യക്തിത്വം ഇരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാരും പറയും അള്ളാഹിനെ പേടിയില്ലേ, അള്ളാഹിനെ ഭയല്ലേ, എനിക്ക് അള്ളാഹിനെ പേടിയില്ല. എനിക്ക് ഏറ്റവും സമാധാനം കിട്ടുന്നത് ഞാൻ പടച്ചോനെ വിളിക്കുമ്പോഴായിരിക്കും. നമുക്ക് ഏറ്റവും സമാധാനം, പേടിക്കുന്ന ഒരാളെ നമുക്ക് അവിടുത്തെ സമാധാനം കിട്ടുമോ? ഇല്ല. എനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വിളിക്കും, ഞാൻ പടച്ചോനെ ആയിരിക്കും ഓർക്കുന്നുണ്ടായിരിക്കാം. എനിക്ക് പേടിയുള്ള ആളെ ഒരിക്കലും ഞാൻ ആ സമയത്ത് ഞാൻ ഓർക്കൂല. അപ്പൊ എനിക്ക് പടച്ചോൻ എന്നെ ഇങ്ങനെ ശിക്ഷിക്കും അങ്ങനെ ഇതാക്കും എന്നുള്ളത് ഞാനേ ഇല്ല. എന്നെ മനസ്സിലാക്കും പടച്ചോൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തട്ടിടാത്തത് എന്റെ മാത്രം എന്ന് വെച്ചിട്ട് തട്ടിടുന്നവരെ ഞാൻ ഒരിക്കലും ഞാൻ ഇതാക്കിയിട്ടില്ല. ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് ഞാൻ പറയില്ല. അത് ഓരോരുത്തരെ വിശ്വാസത്തിന് നിയമപ്രകാരം തട്ടം ഇടുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. ഞാൻ ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് ഞാൻ അത് ചെയ്തില്ലാത്തോണ്ട് ഞാൻ എന്താണെങ്കിലും പാലക്കാട് വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഒരു 2 കാര്യങ്ങൾ കൂടി അറിയാതെ പോയി എനിക്ക് വിഷമമാണ്. എന്താണ് രാഷ്ട്രീയം? സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. രാഷ്ട്രീയത്തിനെ കുറിച്ച് അതെന്തുകൊണ്ട് ഇത്രത്തോളം കാര്യങ്ങളെ കുറിച്ച് അപഗ്രഥിച്ച് പഠിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ രാഷ്ട്രീയം എന്തുകൊണ്ട് പഠിക്കുന്നില്ല? നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ രാഷ്ട്രീയത്തെ കുറിച്ച് പഠിക്കേണ്ടതല്ലേ? എനിക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് അറിയുന്നുണ്ടായിരിക്കും. എന്ന് വെച്ചിട്ട് രാഷ്ട്രീയത്തിന്റെ ഡീപ്പായിട്ടൊക്കെ ഓരോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ആരൊക്കെയാ മത്സരിക്കുന്നത്? ബെസ്റ്റ് ആയിട്ടുണ്ട്, എനിക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞേ, എനിക്കറിയില്ല. ഞാൻ എന്താ പറയുക, ബഹുഭൂരിപക്ഷം യുവാക്കളും അല്ലെങ്കിൽ യുവതികൾ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, സ്ത്രീകൾ എന്ന് പറയണം, രാഷ്ട്രീയത്തിൽ യാതൊരുവിധ ശ്രദ്ധയും ഇല്ലാന്ന് മാത്രമല്ല ഒരു രാഷ്ട്രീയ അവബോധം ഇല്ലാത്തൊരവസ്ഥ. അത് നമ്മുടെ ഇപ്പം തന്നെ നമുക്കറിയാം, വർഗീയത വളരെയധികം കുന്നുകൂടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ. അതുപോലെ തന്നെ മതേതരത്വം നഷ്ടപ്പെടുന്ന, ജനാധിപത്യം ഇല്ലാതാവുന്ന കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മൾ കുറച്ചും കൂടി രാഷ്ട്രീയ അവബോധം ഉണ്ടായിരിക്കേണ്ട ആൾക്കാരല്ലേ? ആയിരിക്കണം. പക്ഷെ എനിക്കില്ല. എനിക്കില്ലാത്ത സാധനം എനിക്കില്ല എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അത് വേണം എന്ന് തോന്നുന്നില്ല. വേണം. കാരണം ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മളെല്ലാ മേഖലയിലും പെർഫെക്റ്റ് ആയിരിക്കുന്ന ആൾക്കാരല്ല. അതേപോലെ ഞാൻ വളരെ വീക്കായിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്, രാഷ്ട്രീയം എന്ന് പറയുന്നത്. എനിക്കറിയില്ല. അറിയാത്തതിനെ കുറിച്ചിട്ട് തോരാ സംസാരിക്കാൻ എനിക്കറിയേയില്ല. അവസാനമായിട്ട്, നിങ്ങളുടെ പ്രിയങ്കരനായ MLA ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലേ? അദ്ദേഹത്തിന്റെ അതായത് സ്വാഭാവികമായിട്ടും പാലക്കാടിന്റെ ജനപ്രതി എന്ന രീതിയിൽ നിങ്ങളുടെ പ്രിയങ്കരനായ MLA നിങ്ങളുടെ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാം പൊതുസമൂഹത്തിന്റെ, പാലക്കാട് പൊതുസമൂഹത്തിന്റെ. അദ്ദേഹത്തെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തെ എങ്ങനെ നോക്കി കാണുന്നു? ഒരു അഭിപ്രായവും ഇല്ല. എനിക്ക് ആളെ കുറിച്ച് അറിയില്ല. ഞാനും നിങ്ങളെ പോലൊക്കെ ന്യൂസ് കാണുമ്പോൾ ഞാൻ അറിയുന്നു, അയ്യോ ഇങ്ങനൊക്കെ നടന്നോ, ഇങ്ങനൊക്കെ ഉണ്ടോ, കഷ്ടായി പോയല്ലേ എന്ന് വിചാരിക്കുന്ന ആളാണ്. അല്ലാണ്ട് എന്തൊക്കെ ഇതിപ്പോഴും കേസ് നടക്കല്ലേ പല കാര്യങ്ങൾക്ക്, കോടതിക്ക് പോലും ഒരു തീരുമാനത്തിൽ എത്തി ഇത് കറക്റ്റ് വന്നിട്ടില്ല. ഞാൻ എന്ത് അഭിപ്രായം പറയും? എന്താണെങ്കിലും സത്യം ചെയ്യിക്കട്ടെ, അത്രേ ഉള്ളൂ. ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ അവസാനത്തെ ചോദ്യം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അതിപ്പം ഞാൻ വിശ്വസിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ജനപ്രതിനിധിക്ക് ഇത്രത്തോളം വലിയ പൊസിഷനിൽ ഇരിക്കുന്ന, ജനാധിപത്യ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരിക്കുന്ന വ്യക്തി ജാഗ്രത കാണിക്കണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എങ്കിൽ പോലും അതിൽ സ്ത്രീകൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടിയിരുന്നു? അത്തരത്തിലൊരു
കുഴി ഒരാള് എന്താ വെട്ടി വെക്കുന്ന സമയത്ത് അതിലേക്ക് പോയി ചാടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതിനുള്ള ഒരു ഇതുണ്ട്. സ്ത്രീകളെന്നല്ല, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും എന്ത് ചെയ്യുമ്പോഴും രണ്ടു വട്ടം ചിന്തിക്കണമല്ലോ, രണ്ടു വട്ടം ചിന്തിക്കണം. ഇപ്പൊ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് അത് നമ്മൾ ഇതിലിപ്പോ പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യനെയോ നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഏതൊരു കാര്യത്തിലും ഇപ്പോ എന്റെ ജീവിതത്തില് ഇപ്പൊ ഞാൻ എന്നുള്ള ഒരാൾക്കൊരു പ്രൊഫൈൽ, ഇപ്പൊ എന്റെ അടുത്തേക്ക് ഒരു ലൈഫിൽ വന്ന് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു, അപ്പൊ അതില് എന്താണെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും, ഈ ആളുടെ കൂടെ കൂടിയാൽ എനിക്ക് ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നല്ലത് ഉണ്ടായിരിക്കും എന്ന് ചിന്തിക്കാം. അവിടെ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ളതൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തര് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ പോലെ ഇരിക്കും അവിടെ എന്ന് പറയണത്. അപ്പൊ നമ്മളൊരു എന്ത് തീരുമാനം എടുത്താലും നമ്മൾ സഹിക്കാനോ നമ്മൾക്ക് എന്ത് വന്നാലും അതിന്റെ ഭവിഷ്യത്ത് വന്നാലും നമ്മൾ അനുഭവിക്കാൻ തയ്യാറായിരിക്കും. അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. അതായത് രണ്ടുപേർക്കും തുല്യ ഇത് തന്നെയാണ്, ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണ് അതിൻ്റെ അകത്ത് അല്ലേ? ഈക്വൽ റെസ്പോൺസ് ഞാൻ പറയട്ടെ, അത് എങ്ങനെ പോലെ ഇരിക്കുന്ന നമുക്കറിയില്ല. അതിപ്പോ ഓരോരുത്തരുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ എന്താണ് പ്രശ്നങ്ങൾ എന്നൊക്കെ അനുസരിച്ചിരിക്കും. ഒരു ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണോ, അത് ഒറ്റക്ക് മറ്റാളുടെ പ്രശ്നമാണോ, ഇന്നാളുടെ പ്രശ്നമാണോ എന്നൊക്കെ ഓരോ പ്രശ്നം പോലെ ഇരിക്കും. ചിലതിൽ രണ്ടുപേരും റെസ്പോൺസിബിൾ ആയിരിക്കും, ചിലതല്ല. ഇപ്പൊ എനിക്ക് ഈ പറഞ്ഞ പൊളിറ്റീഷ്യന്റെ കാര്യത്തിൽ എനിക്ക് പറയാൻ ഒരാൾക്ക് പറയാൻ ഒന്നുമില്ല. ആർക്കും അറിയില്ലല്ലോ, ഈ സോഷ്യൽ മീഡിയ വരണല്ലാണ്ട് എനിക്കറിയോ ആളുടെ ലൈഫിൽ എന്താ നടന്നേക്കുന്നത്. ഓഡിയോ ഒക്കെ ലീക്ക് ആയിരുന്നു. ഞാനും അതൊക്കെ ഇപ്പൊ ഒരാള് കേൾക്കുമ്പോൾ നമ്മളിപ്പോ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ അയ്യോ എന്ന് പറഞ്ഞ് കേട്ടിരിക്കും. ഇതേപോലെ കേട്ടിരുന്ന ഒരാളാ ഞാൻ. ഇന്ന് കേട്ടു, നാളെ എന്റെ ജീവിതത്തേക്ക് ഞാൻ പോവാ. അല്ലാണ്ട് ഇതും ആലോചിച്ച് ഞാൻ ഇരിക്കുന്നില്ല. ഇത് എന്റെ പ്രശ്നമല്ല, ഇത് എന്റെ ഒരു കാര്യം, എന്റെ പ്രശ്നമല്ല ഞാൻ ചിന്തിച്ചിരിക്കുക. സ്ത്രീകളുടെ പ്രശ്നമല്ലേ? സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. എനിക്കറിയോ എന്താ സത്യം എന്നുള്ളത്. സ്ത്രീകൾക്കുള്ളതാണെങ്കിൽ കറക്റ്റ് നമുക്കൊരു ഹൈക്കോർട്ട് അല്ലെങ്കിൽ ഒരു കോടതി തീരുമാനിക്കുകയാണ് ഇതാണ് പ്രശ്നം, ഇവിടെ ഇതാണ് കാണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാം. അല്ലാതെ എനിക്ക് എങ്ങനെ ഞാൻ സാധാ ഒരാളാണ്. തീർച്ചയായിട്ടും. അല്ലാണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. അർജന്റായിട്ട് പോകേണ്ടതുകൊണ്ട് നമ്മൾ കൂടുതൽ നീട്ടുന്നില്ല. എന്താണെങ്കിലും ഇതുപോലെ തന്നെ നിലപാടുകൾ വ്യക്തമായി പറഞ്ഞു തന്നെ മുന്നോട്ട് പോവുക. ഒരിക്കലും നിലപാടിൽ വെള്ളം ചേർക്കാതിരിക്കുക. എല്ലാം കൃത്യവും വ്യക്തവും സ്പഷ്ടവുമായിട്ട് പറയുക. ജീവിതത്തിൽ എല്ലാവിധ വിജയം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി.